വെൽക്കം ടു കലവറ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനീ പറയാം. 1 കപ്പ് ഹോൾ വീറ്റ് ഫ്ലോർ, 3/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1.5 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ, 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം, 1 കപ്പ് ഡാർക്ക് ബ്രൗൺ ഷുഗർ, 1/2 കപ്പ് വൈറ്റ് ഷുഗർ, 2 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ എക്സ്പ്രസോ പൗഡർ, ഒരു വലിയ മുട്ട, ഒരു വലിയ മുട്ടയുടെ മഞ്ഞ, 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സ്, ചോപ്പ് ചെയ്ത് ഡാർക്ക് ചോക്ലേറ്റ് 130 ഗ്രാം. ഇനി നമുക്കിത് ചെയ്തു തുടങ്ങാം. ആദ്യം ബട്ടർ ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഉരുക്കിയെടുക്കാം. സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ബട്ടർ ഇടാം. ബട്ടർ മെൽറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ബട്ടർ തിളയ്ക്കാൻ തുടങ്ങണം. ബട്ടർ തിളച്ച് കഴിഞ്ഞതിന് ശേഷവും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ കുറച്ച് ഇളക്കി കഴിയുമ്പോൾ ബട്ടർ ഒരു നട്ടി ബ്രൗൺ നിറമായി മാറും. ഇതുപോലെ നട്ടി ബ്രൗൺ നിറമാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് മെഷറിംഗ് കപ്പിൽ ഒഴിക്കണം. ഇപ്പൊ ഈ ഒഴിച്ച ബട്ടർ 1 കപ്പില്ല. റൂം ടെമ്പറേച്ചറിലുള്ള 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് അത് 1 കപ്പാക്കണം. ഇനി വീറ്റ് ഫ്ലോർ, ഓൾ പർപ്പസ് ഫ്ലോർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇങ്ങനെ അരിക്കുന്നതിലൂടെ ഫ്ലോറും ഉപ്പും സോഡയെല്ലാം നന്നായിട്ട് മിക്സായി വരും. ഇനി ഡാർക്ക് ചോക്ലേറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. $130 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് കുക്കി ഡോ റെഡിയാക്കി എടുക്കാം. 1 കപ്പ് ബ്രൗൺ ഷുഗർ, 1/2 കപ്പ് വൈറ്റ് ഷുഗർ, 1 ടീസ്പൂൺ എക്സ്പ്രസോ പൗഡർ, 2 ടീസ്പൂൺ വാനില എസൻസ്, മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ബട്ടർ. ഇനി ഇതെല്ലാം കൂടി ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് മാറും. ഇനി ഒരു മുട്ടയുടെ മഞ്ഞ, ഒരു മുട്ട, അതും ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കണം. കുറേശ്ശെ ഇട്ട് വേണം മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൽ മിക്സ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ചിപ്സും ഡാർക്ക് ചോക്ലേറ്റും തടുത്തവ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ബേക്ക് ചെയ്യേണ്ടത്.
ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്താണ്. സ്കൂപ്പർ ഉപയോഗിച്ച് ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഇത് ട്രേയിൽ വെക്കേണ്ടത്. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 12 to 14 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഓവനിൽ നിന്നെടുത്ത ആദ്യത്തെ ബാച്ചാണ്. ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ഓവനിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഒരുമാതിരി പതുങ്ങുന്നത് പോലെ ഇരിക്കും. നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ അതങ്ങ് മാറും. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവൂ, എന്നാലേ ശരിയായിട്ടുള്ള ടേസ്റ്റ് അതിന് കിട്ടുകയുള്ളൂ. ഇതിരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഇത് നല്ല chewy ചോക്ലേറ്റിയാണ്. ഇതിനുള്ളിലെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോക്ലേറ്റ് ചിപ്പ് കുക്കി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.